ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖന പഠനത്തിലേക്ക് നാം ആയിരിക്കുകയാണല്ലോ. കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗലാത്യ ലേഖനം നമുക്ക് ഇന്നു മുതൽ ദൈവകൃപയാൽ പഠിച്ചു തുടങ്ങാം. ഒരു വാക്യം ഞാനിന്ന് വായിക്കാം. എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾക്ക് ദൈവത്താൽ എഴുതി തന്ന വചനമാണ്. പരിശുദ്ധാത്മാവിനാൽ മാനുഷികമായ കൈകളാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം അല്ലെ. അത് എന്തിനാ നമുക്ക് എഴുതി തന്നേക്കുന്നത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. അത് വായിക്കുന്ന ആരായാലും കേൾക്കുന്ന ആരാണേലും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും എഴുതിയിരിക്കുന്നു അല്ലെ. അപ്പം ഈ വചനമൊക്കെ നമ്മൾക്ക് നിത്യജീവനിലേക്ക് നമ്മെ നടത്തുന്ന വചനങ്ങളാണ്. നമ്മൾ നിത്യജീവനിലായി കഴിഞ്ഞാൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനം അല്ലെ. നമ്മൾ മാനസാന്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നാം ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാലും ഈ വചനം വീണ്ടും നമ്മെ നടത്തുന്നത് അല്ലെ. 2 തീമോഥെയോസ് 3:16 വാക്യം, അതും നമുക്കറിയാവുന്നതാ. വായിക്കാം. 2 തീമോഥെയോസ് 3:16-17 വാക്യം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. അപ്പം അത് നമ്മൾ വിശ്വാസത്തിൽ വന്നു, ദൈവത്തെ അറിഞ്ഞു, നിത്യജീവന്റെ അവകാശികളായി തീർന്നു. വീണ്ടും നാം വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് ഈ വചനം നമുക്ക് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമാണ് അല്ലെ. നാം ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തെ അറിഞ്ഞവൻ, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. റോമലേഖനം 15:4 വായിക്കാം. എന്നാൽ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉളവാകേണ്ടതിനും എഴുതിയിരിക്കുന്നു. അപ്പം നമ്മളുടെ പാസ്റ്റ് നമ്മൾ ദൈവത്തെ അറിഞ്ഞ സമയം, പ്രസന്റ് നമ്മള് ദൈവവചനം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കൊരു ഫ്യൂച്ചറും ഉണ്ട് ദൈവത്തിൽ, ഒരു പ്രത്യാശയുണ്ട് അല്ലെ. ക്രിസ്തു വരും, പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നവരാ. ആ ഒരു പ്രത്യാശയും കൂടെ നമുക്ക് മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉളവാകേണ്ടത്. അപ്പം തിരുവഴുത്തുകളാലാണ് നമുക്ക് സ്ഥിരത ഉണ്ടാകേണ്ടത് അല്ലെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അങ്ങനെ ഓടണമെങ്കിൽ സ്ഥിരത വേണം. ആ സ്ഥിരത നമുക്ക് കിട്ടുന്ന ആ തിരുവഴുത്തുകളാലാണ് സ്ഥിരത കിട്ടുന്നത്. നമ്മൾക്ക് മുമ്പേ ഒരാൾ ഓടിപ്പോയിട്ടുണ്ട് അല്ലെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കിയാ നമ്മൾ ഓടണ്ടല്ലേ. ആ ക്രിസ്തു നമ്മ പോയിട്ടുണ്ട്, പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ തന്നിട്ടും ഉണ്ടല്ലേ. നമ്മൾ അതേ നോക്കിക്കൊണ്ട് ഓടുക. ക്രിസ്തു തന്നെയല്ലേ വചനം അല്ലെ. ജഡത്തിൽ വെളിപ്പെട്ടതല്ലേ വചനം. ആ വചനം, ജഡത്തിൽ വെളിപ്പെട്ട വചനമാണ് ക്രിസ്തു. അപ്പൊ നമുക്ക് എഴുതപ്പെട്ട ആ ഒരു ദൈവവചനമാണ്, എഴുതപ്പെട്ട് കിട്ടിയതാ നമുക്കല്ലേ. അപ്പൊ അത് തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് വചനം. അപ്പൊ അതേ നോക്കി നമ്മളങ്ങ് ഓടുക. നമ്മൾ മുമ്പിൽ വെച്ച് ഓട്ടമുണ്ട്. ആ ഒരു പ്രത്യാശ നമുക്ക് തരുന്നത് ക്രിസ്തുവിന്റെ വചനത്താലാണ് അല്ലെ.
ഓക്കെ. അപ്പം നമ്മള് ഗലാത്യ ലേഖനം, ഏത് ലേഖനവും തിരുവചനത്തിലെ എന്തു പഠിച്ചാലും അത് ഗലാത്യ സഭകൾക്ക് എഴുതിയതാണോ അത് കൊരിന്ത്യ സഭകൾക്ക് എഴുതിയതാണോ എന്നൊന്നും പറയാനായിട്ട് ഒക്കില്ല. അത് അന്ന് അവർക്ക് എഴുതിയെങ്കിൽ ഇന്ന് നാം ഇവിടെ വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ള, അവിടെയും ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നില്ലേ, അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരും ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായ എല്ലാവർക്കും എഴുതുന്നതല്ലേ. അപ്പം ഇതെല്ലാം നമുക്ക് വേണ്ടിയും കൂടിയാ ദൈവം ഇത് തന്നേക്കുന്നത്. അതുകൊണ്ട് ഗലാത്യ സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ഗലാത്യ വചനം അന്ന് അവർക്കും ആവശ്യമായിരുന്നു, ഇന്ന് അത് നമുക്കും ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് കടക്കാം. ഈ ഗലാത്യ ലേഖനത്തിന്റെ ഒരു കീ വേഴ്സ് ആയിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. അപ്പം ഗലാത്യയിലെ പ്രശ്നം എന്തായിരുന്നു? ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവർ വീണ്ടും ആ അടിമ നുകത്തിൽ കുടുങ്ങിപ്പോയതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു, അല്ലെ? പൗലോസിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ എഴുതുന്നത്. എന്ത് അടിമത്വമായില്ലാണ് അവർ പോയത്? നമ്മള് ഏതിന്റെ അടിമത്തത്തിലാ? റോമാലേഖനം 3:23 ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീരാൻ കാരണം എങ്ങനെയാണ്? റോമാലേഖനം 5:12 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകല മനുഷ്യരിലും പകർന്നിരിക്കുന്നു. പാപമില്ലാത്തവനായി ദൈവം ആദമിനെ സൃഷ്ടിച്ചു, എങ്കിലും സാത്താനാൽ കബളിക്കപ്പെട്ട് പാപിയാകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ഏതിന്റെ അടിമത്തത്തിൽ നിന്നാ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് പറയുന്നത്? പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്വത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു, അല്ലെ? അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരിക്കൽ ക്രിസ്തുവിനെ വിശ്വസിച്ചു വന്നവർ പിന്നെ അവിടെ കടന്നു വന്ന ദുരുപദേശങ്ങളാൽ വീണ്ടും ക്രിസ്തുവിനെ വിട്ട് വേറൊരു യേശുവിലേക്കും വേറൊരു സുവിശേഷത്തിലേക്കും മറിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. അപ്പൊ നമ്മൾ ഈ വചനം അതിനാലാണ് പൗലോസ് അപ്പോസ്തലൻ അവർക്ക് ലേഖനം എഴുതുന്നത്. അപ്പൊ അത് നമ്മളും ഈ വായിക്കുന്ന നമ്മൾക്കും ആകുവാൻ ഇടയായി തീരരുത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, നാമും വീണ്ടും അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 8:36 ഇങ്ങനെ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യമുള്ളവരാകും. ആരാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത്? പുത്രനാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത്. നമ്മൾ ആരായിരുന്നു എന്ന് എഫീസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നില്ലേ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റണം.
നാം അങ്ങനെയായിരുന്നു, നാം നല്ല മനുഷ്യരൊന്നും അല്ലായിരുന്നു, അല്ലെ? ജന്മനാ പാപികളായിരുന്നു. അതുകൊണ്ടല്ലേ ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, എന്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം പാപികളായിരുന്നു നമ്മള് ജന്മനാ പാപികളാണ്. നാം പാപം ചെയ്യുന്നത് നമ്മുടെ ആ സ്വഭാവം കൊണ്ടാ, പാപ സ്വഭാവം കൊണ്ടാ. അതിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. പാപത്തിന്റെയും മരണത്തിന്റെയും ആ പ്രമാണത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ അടിമത്വത്തിൽ നിന്നും നമ്മെ ക്രിസ്തുവിൽ വിടുവിച്ച് സ്വതന്ത്രരാക്കി തീർത്തു, അല്ലെ? ക്രിസ്തുവിന്റെ രക്തത്താൽ തന്നെത്താൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്താൽ, ആ പരിഹാര യാഗത്താൽ നമുക്ക് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അത് നമ്മളുടെ പ്രവൃത്തികൾ ഒന്നുമല്ല. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനം പിന്നെയും പറഞ്ഞേ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നേ, ഇതും നിങ്ങളുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. നാം പോയി കർത്താവിനെ തെരഞ്ഞെടുത്തതല്ല. പലരും പറയും, ഞാൻ പോയി കർത്താവിനെ തെരഞ്ഞെടുത്ത് ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പലരും ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തിയിട്ടില്ല. കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരാളല്ല ദൈവം. ദൈവം നമ്മെ തിരഞ്ഞു വരണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അവൻ നിയമിച്ചവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പൊ നമ്മളുടെ പ്രവൃത്തിയല്ല, നാം ദൈവത്തെ തെരഞ്ഞു ചെന്നതല്ല, ദൈവം നമ്മെ തിരഞ്ഞു വന്നു നമ്മെ ദൈവത്തിന്റെ മക്കളാകുവാൻ കൃപ തോന്നി. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, നാം അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തിരഞ്ഞെടുത്ത് നല്ല ഫലം കായ്പാനായിട്ട് ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നാം നല്ല ഫലം കായ്ക്കേണ്ടതിനാണ് ഇപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ നമ്മെ ദൈവം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നാം തിരഞ്ഞെടുത്ത് നമുക്ക് വെറുതെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു ദൈവത്തിന്, അല്ലേ? അല്ല, നമ്മെ ഓരോ ദിവസവും ദൈവവചനം പഠിപ്പിക്കുന്നത് നാം ഓരോ ദിവസവും പുത്രൻ അനുരൂപരായി കൊണ്ടേയിരിക്കണം. പുത്രന്റെ സദൃശ്യത്തോട് അനുരൂപമാകണം, നല്ല ഫലം കായ്ക്കണം. ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, ഇന്ദ്രിയ ജയം, ഇവയൊക്കെയും നമ്മൾ ഉണ്ടാകണം. ചിലപ്പോഴൊക്കെ ഞാനും പറയാറുണ്ട്, കർത്താവേ ഇതിൽ ഏതേലും എന്റെ കയ്യിലുണ്ടോ എന്ന്. അത് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല. ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കാം, പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്നും ഇല്ലാന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. അതുകൊണ്ട് നാം പുത്രനനുരൂപമായി തീരണം, ആത്മാവിന്റെ ഫലം നമ്മൾ ഉളവാകണം. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓരോ ദിവസവും വചനം പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി മക്കളാക്കി തീർത്തു, അവകാശികളാക്കി തീർത്തു. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് പോകരുത്. ഇവിടെ എന്താ സംഭവിച്ചത്? ആദിയിൽ കൃപയാലല്ലോ ഞാൻ പറഞ്ഞു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതും ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പൊ ആദിമ സഭയിൽ വിശ്വാസികൾ, ഓരോ സഭയിലും വിശ്വാസികൾ ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. എങ്ങനെയാ വന്നത്? വിശ്വാസത്താൽ രക്ഷയിലേക്ക് കടന്നു വന്നു. രക്ഷയ്ക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ആദിമസഭയിൽ വിശ്വാസികൾ ദൈവത്തിങ്കിൽ വിശ്വാസത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു വന്നു. പക്ഷെ ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ ഗലാത്യ സഭയിൽ ഉണ്ടായത്, അവിടെ ചില ലീഗലിസ്റ്റുകൾ അല്ലെങ്കിൽ നിയമവാദികൾ, ജുഡൈസേഴ്സ് അല്ലെങ്കിൽ യഹൂദ മത അനുസാരികൾ അവിടെ കടന്നു വരികയും, പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ച് പറയുന്നത് നുഴഞ്ഞു കയറി വന്ന കള്ള സഹോദരന്മാരെന്നാ പറയുന്നത്. അപ്പൊ അവര് അകത്തേക്ക് കടന്നു വന്നിട്ട് രക്ഷയിലൂടെ മാത്രമല്ല വിശ്വാസം, മറ്റു ചിലതും കൂടെ വേണം എന്ന് അവരെ പഠിപ്പിച്ചു. ശ്രദ്ധിച്ചിരിക്കണം, രക്ഷയിലൂടെ മാത്രമല്ല, വിശ്വാസത്തിലൂടെ മാത്രമല്ല രക്ഷ,
മറ്റു ചിലതും കൂടി ഉണ്ടായാൽ മാത്രമേ രക്ഷ പൂർണ്ണമാകൂ എന്ന് അവരെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ രക്ഷയ്ക്ക് വേണ്ടി അവര് ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി. ഒന്ന്, രക്ഷയ്ക്ക് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില നിബന്ധനകളും ഒക്കെ ഉണ്ടാക്കി. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് പരിച്ഛേദന, നോമ്പ് നോക്കൽ, ദൂതന്മാരെ ആരാധിപ്പിക്കൽ, എങ്ങനെയുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങളും കൂടെ വേണമെന്ന് അവർ ശഠിക്കുകയും മറ്റുള്ളവരെ അതിനു വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. അപ്പം ഒരു രക്ഷയ്ക്ക് പുതിയ മാനദണ്ഡങ്ങൾ വേണം എന്നുള്ള ചിന്താഗതികൾ അവരെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പൊ ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച ക്രിസ്ത്യാനികൾ മറ്റൊരു ഉപദേശത്തിലേക്കായിത്തീരുകയും മറ്റൊരു നുകത്തിൻ കീഴെ ആയിത്തീർന്ന ആ സ്വാതന്ത്ര്യം പ്രാപിച്ചവർ വീണ്ടും അടിമത്വത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലേക്ക് അവർ പോകുവാനായിട്ട് ഇടയത്. നമുക്കറിയാം, പൗലോസ് പറയുന്നുണ്ട്, ന്യായപ്രമാണം നാം ആചരിക്കുന്ന ഒരു കൽപ്പന മാത്രം ആചരിച്ചാൽ പോലെ അത് പൂർത്തിയാക്കണമെങ്കിൽ എല്ലാം ഒന്നിൽ തെറ്റിപ്പോയാൽ എല്ലാത്തിലും തെറ്റിയല്ലേ. അപ്പം ഇതിന്റെ കൂടെ ന്യായപ്രമാണം കൂടെ വേണമെന്ന് പറയുമ്പോൾ ആർക്കും അത് ചെയ്യാനായിട്ട് എഴുതില്ല. പിന്നെ ക്രിസ്തുവിന് അപ്പൊ നമുക്ക് ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം വെറുതെയായി, ക്രിസ്തുവിന്റെ പ്രയോജനമില്ലാതെയായി. ക്രിസ്തു എന്ന ഒരു എന്താ പറയുന്നത്, ആ ഒരു ക്രിസ്തുവിലൂടെയാണ് നാം രക്ഷ പ്രാപിച്ചത്. അപ്പം രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ ആവശ്യമില്ല എന്നൊരവസ്ഥയിലേക്ക് ആയിത്തീർന്നു. അവരുടെ അനുഷ്ഠാനങ്ങളും ഒക്കെ മതി എന്നുള്ള ചിന്താഗതികൾ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം പൗലോസ് അവരോട് പറയുകയാണ്, അടിമനുഖത്തിൽ പിന്നെയും പോകരുതേ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എങ്ങനെ പ്രാപിക്കാം, ആ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെ നിലനിൽക്കാം എന്ന് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഈ ലേഖനത്തിൽ വിശ്വാസത്താൽ എങ്ങനെ നിലനിൽക്കാം. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ നിലനിന്ന് വിശ്വാസത്തിൽ അവസാനിക്കുന്നതാണ്, അല്ലെ. അപ്പൊ ഒരിക്കൽ വിശ്വാസത്തിൽ തുടങ്ങിയെങ്കിൽ ആ വിശ്വാസം നിലനിന്നാൽ മാത്രമേ അന്ത്യത്തിലേക്ക് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് നാം എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ആ ഉപദേശത്തിൽ നിലനിൽക്കണം. അവരോട് പറയുകയാണ്, എങ്ങനെ നിങ്ങൾ ഈ വിശ്വാസത്താൽ നിലനിൽക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് ഉപദേശത്തിലാ നിൽക്കണ്ടേ? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. 6-ാം അധ്യായം ഗലാത്യലേഖനം 6:1-2 ഇങ്ങനെ പറയുന്ന, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അയക്കാം, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അപ്പം തെറ്റിപ്പോയി, അടിമനുഖത്തിൽ വീണ്ടും പോയി. എല്ലാവരും പോയില്ല, കുറച്ചുപേർ പോയി. അപ്പം അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരാൾ ഇങ്ങനെ പോയാൽ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ, ഇങ്ങനെ നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെപ്പറ്റി റോമാലേഖനവും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 13:8-9-10 വാക്യങ്ങൾ ഞാൻ വായിച്ചു വിടാം, പെട്ടെന്ന് വായിച്ചു വിടാം. റോമാലേഖനം 13:8-9-10 അന്യോന്യെ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊള്ള ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. അപ്പം എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലെ മറ്റുള്ളവര് അവരെ സ്നേഹത്തിന്റെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ശ്രമിച്ചില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അപ്പം അവരെ നമ്മൾ പറയുകയാണ്, അന്യോന്യം ഭാരങ്ങളെ ഒരുവൻ തെറ്റിപ്പോയാൽ സൗമ്യതയുടെ ആത്മാവിൽ നിങ്ങൾ അവനെ യഥാസ്ഥാനപ്പെടുത്തുവീൻ എന്ന് പറയുന്ന. അപ്പം
ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ എപ്പോഴും നിലനിന്നാൽ മാത്രമേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിവർത്തി ആകുവാനും നാം ആ വിശ്വാസത്തിൽ ഓടുവാനും നമ്മളൊരു ക്രിസ്തീയ ഓട്ടക്കളത്തിലാ, ഒരു യുദ്ധക്കളത്തിലായിരിക്കുന്നത്. അന്ത്യത്തോളം ആ നേരെയുള്ള ഓട്ടം ഓടി തീർക്കണമെങ്കിൽ സ്ഥിരതയോടെ നിന്നാലേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ വചനം അനുസരിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കും. അല്ലെ, ഹെസ്കേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 36, 26, 27 എടുക്കണം, നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ഹെസ്കേൽ 36, 26, 27. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ഇടത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എന്തിനാ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ തന്നേക്കുന്നത്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നമ്മെ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പം റോമാലേഖനം 5:5 ഇങ്ങനെ പറയുന്ന, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ വചനം പഠിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. നമ്മെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ആ അവസ്ഥയും ദൈവം വിടുവെച്ച് നമ്മെ ആ ആത്മാവിന്റെ ആ അച്ചാരം നമുക്ക് തന്നല്ലേ, ആ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കർത്താവിന്റെ ആ പ്രത്യക്ഷതയിൽ നാം ആയിത്തീരും. കാലസമ്പൂർണതയെ സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ ആക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇനി ഗലാത്യലേഖനം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ് ഗലാത്യലേഖനം. പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ഗലാത്യലേഖനം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നല്ലേ, ആ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ് ഗലാത്യലേഖനം. അപ്പം കൃപയുടെ സുവിശേഷത്തെ പഠിപ്പിക്കുകയും പ്രവൃത്തികളുടെ സുവിശേഷത്തെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ്. ഇവിടെ പ്രവൃത്തിയാലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പം കൃപയുടെ സുവിശേഷത്തെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രവൃത്തികളുടെ സുവിശേഷത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പുതിയ നിയമത്തിൽ എത്ര പ്രാവശ്യം കാണുവാനായിട്ട് കഴിയും? 3 പ്രാവശ്യം കാണുവാനായിട്ട് കഴിയും അല്ലേ. റോമാലേഖനത്തില് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അനീതിമാനെ കുറിച്ചാണ്, എങ്ങനെ നീതിമാന്മാരായി തീരണമെന്നാണ് റോമാലേഖനം പഠിപ്പിക്കുന്നത് അല്ലേ. മറ്റേത് എവിടെയാ കാണുന്നത്? ഗലാത്യ ലേഖനത്തിലും കാണുന്നുണ്ടത്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും കാണുന്നുണ്ട്. ആ എബ്രായ ലേഖനത്തിലെ വിശ്വാസത്താലുള്ളൊരു നീതീകരണം പറയുന്നുണ്ടല്ലേ. പക്ഷെ ഗലാത്യ ലേഖനം പറയുമ്പോൾ അവിടെ എങ്ങനെ ജീവിക്കും എന്ന ജീവിതത്തെ കുറിച്ചാ പറയുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ എന്നത് റോമാലേഖനവും, ജീവിതം എന്നുള്ളത് ഗലാത്യ ലേഖനവും, വിശ്വാസം എന്നുള്ളത് എബ്രായ ലേഖനത്തിലുമാണ് പറയുന്നത്. പഴയ നിയമത്തിലെ കോട്ടാണെങ്കിലും പൗലോസ് എഴുതിയ ആ ഒരു ആശയമാണ് അങ്ങനെ പോകുന്നത്. ഓക്കെ, ഇനി ഇത് ആർക്കെഴുതി? അപ്പൊ ആ കൃപയുടെ സുവിശേഷത്തെ പ്രതിപാദിക്കുന്ന ഈ ലേഖനം ആർക്കെഴുതി? ഗലാത്യ, നമ്മൾ വായിച്ചു കേട്ടില്ല, ഗലാത്യ സഭകൾക്ക് എഴുതി അല്ലെ. ആർക്കാ എഴുതിയ? ഗലാത്യ സഭകൾക്ക് എഴുതി. അപ്പം 1-ലധികം സഭകൾ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഉള്ളതൊക്കെ ഹൗസ് ചർച്ചസ് ആയിരുന്നു. അപ്പൊ ഇത് എഴുതപ്പെട്ടത് ഏകദേശം ഗലാത്യ സഭകൾക്കാണ് ഇത് എഴുതുന്നത്. അപ്പൊ ഏകദേശം BC അവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം BC 278 സമയത്ത് യൂറോപ്പിലെ ഇപ്പോഴത്തെ മോഡേൺ ഫ്രാൻസിലെ ഗാവൂൾ പ്രദേശങ്ങളിൽ നിന്നും ഗാവൂൾ ജാതികൾ ഗലാത്യയിൽ ഈ ഏഷ്യ മൈനറിലേക്ക്, തുർക്കി, ഇപ്പോഴത്തെ
ടർക്കിയിലേക്ക് കുടിയേറി പാർക്കുകയും അവിടെ അവര് ഒരുമിച്ച് താമസിച്ച് അവർ അതിരുണ്ടാക്കുകയും അങ്ങനെ ഒരു കുറെ പ്രദേശത്ത് അവർ കുടിയേറി പാർക്കുകയും ചെയ്തു. അപ്പൊ മോഡേൺ ഫ്രാൻസിലെ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഗാവൂൾ ജാതിയിൽപ്പെട്ട കുറെ ആളുകൾ ടർക്കിയിലേക്ക്, ഇപ്പോഴത്തെ ഏഷ്യ മൈനറിലേക്ക്, ഇപ്പോഴത്തെ ടർക്കിയിലേക്ക് കുടിയേറി പാർക്കുകയും അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി അവർ അതിരുകളും അതിർത്തികളും ആ ബൗണ്ടറികളൊക്കെ ഉണ്ടാക്കി അവിടെ താമസമാക്കുകയും ചെയ്തു. അവിടെയുള്ളവരാണ് ഗലാത്യ. ആ ഒരു സ്ഥലത്തിന് അവര് പേരിട്ടതാണ് ഗലാത്യ എന്ന് പേരിട്ടു. അപ്പൊ അവിടെയുള്ള സഭകൾക്കാണ് പൗലോസ് അപ്പോസ്തലൻ ലെറ്റർ എഴുതുന്നത്. അപ്പൊ ഈ ഗലാത്യ സഭകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പിസിദ്യയിലെ അന്ത്യോക്യ, 2 അന്ത്യോക്യ ഉണ്ട്. പിസിദ്യയിലെ ക്രിസ്ത്യാനികൾ എന്ന് പേര് ലഭിച്ചത് അന്ത്യോക്യയിൽ വെച്ച്. അത് ഈ അന്ത്യോക്യ അല്ല, ഇത് പിസിദ്യയിലെ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബെ. അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബെ എന്നീ പ്രദേശങ്ങളെയാണ് ഉൾപ്പെട്ട സഭകളെയാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. അപ്പം ഗാവൂൾ ജാതികളിൽ നിന്നുള്ളവർ ഗലാത്യ ദേശത്ത് അവരൊരു ഏഷ്യാമൈനറിലെ ഒരു സ്ഥലത്ത് ടർക്കിയിൽ വന്ന് താമസിക്കുകയും ആ സ്ഥലത്തിന് ഗലാത്യ എന്ന പേരിടുകയും അവിടുത്തെ ഈ പ്രദേശങ്ങളിൽ പൗലോസ് സഞ്ചരിച്ച് അവിടുത്തെയുള്ള ആളുകൾ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് അവിടെയുള്ളവർ വീട്ടുകളിലുള്ള ഹൗസ് ചർച്ചസിൽ കൂടി വരികയും ആ സ്ഥലങ്ങളിലുള്ള എല്ലാ സഭകൾക്കും കൂടെ അല്ലെ ഹൗസ് ചർച്ചസിലെ എല്ലാവർക്കും കൂടെ വിശ്വാസികൾക്കും വേണ്ടി എഴുതുന്നതാണ് ഗലാത്യ ലേഖനം. 1ാം മിഷണറി യാത്രയിൽ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭകളാണ് ഈ ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. മക്കതോന്യ സഭകളെ കുറിച്ച് പറഞ്ഞല്ലേ, ഫിലിപ്പിയ, തെസലോനിക്ക, ബെരോവ എന്നുള്ളവയാണ് മക്കതോന്യ സഭകൾ. അത് അവർക്കെല്ലാവർക്കും കൂടെ ആ മക്കതോന്യ സഭകൾ എന്ന് പറയുന്നത് പോലെ ഗലാത്യ ഈ 4 പ്രദേശങ്ങളിലെ സഭകളെ എല്ലാം കൂടെ ഗലാത്യ സഭകൾ എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ സഭകൾക്ക് എല്ലാവർക്കും കൂടി എഴുതപ്പെട്ടതാണ് ഗലാത്യ ലേഖനം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ചർച്ചിന് മാത്രമല്ല, ആ ഗലാത്യ എന്ന പ്രദേശത്തെ അല്ല, ഈ 4 പ്രദേശങ്ങളിൽ ഈ 4 പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഗലാത്യ ആ സഭകൾക്ക് വേണ്ടിയാണ് ഗലാത്യ ലേഖനം എഴുതിയത്. ഓക്കെ, ഇനി അത് എന്നാ എഴുതിയെന്ന് ചോദിച്ചാൽ അതിന്റെ കാലഘട്ടം AD 49 കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് പറയുന്നു. ഇതിന് എഴുതിയതാര്? പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ടത്. ചിലര് പേര് പറഞ്ഞാലും പറയും അത് അവർ തന്നെയാണോ എഴുതിയെന്ന് ചോദിക്കും. മത്തായി സുവിശേഷം ഒക്കെ ഇത് മത്തായി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ. പക്ഷെ നമുക്ക് ഒരു സംശയമില്ല എന്നറിയാം. എങ്കിലും പൗലോസ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനം 1:1 പറഞ്ഞിട്ടുണ്ട്. 5:2 പൗലോസ് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചുവിടാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്ര അപ്പോസ്തലനായ പൗലോസ്. പിന്നെ 5:2 നിങ്ങൾ പരിച്ഛേദനയേറ്റ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളെ പറയുന്നു. വലിയൊരു അധികാരത്തോടെ പൗലോസ് പറഞ്ഞത്. പൗലോസ് എന്ന് ഞാൻ അല്ലെ, ആ ഒരു അപ്പോസ്തലത്തിന്റെ സകല അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്. പൗലോസ് എന്ന ഞാൻ. അപ്പം പൗലോസിനാൽ എഴുതപ്പെട്ടതാണ് ഈ ലേഖനം. ഇത്രയും പറയുമ്പോൾ ഒരു ലേഖനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസിനെ കുറിച്ചുകൂടെ നമ്മൾ എപ്പോഴും പൗലോസ് എന്ന് കേൾക്കുന്നെങ്കിലും വല്ലപ്പോഴും പൗലോസിനെ കുറിച്ച് പറയുന്നത് ഒന്നും നല്ലതല്ലേ. പൗലോസ് എവിടെ നിന്ന് ജനിച്ചതായിരുന്നു? കിലിക്കിയിലെ തർസോസിൽ ജനിച്ച ഒരു യഹൂദനും ഒരു പരീശനുമായിരുന്നു പൗലോസ്. പരീശരിലെ യഹൂദന്മാരിലെ ഒരു വിഭാഗമായിരുന്നു പരീശർ എന്ന് പറയുന്നത്. അപ്പം പരീശനായിരുന്നു പൗലോസ് എന്നത്. ആ അതുപോലെ തന്നെ റോമ പൗരത്വം ഉള്ള ആളായിരുന്നു പൗലോസ്. അപ്പൊ ആ ഒരു ഗമാലിയേലിന്റെ ശിക്ഷണത്തിൽ പഠിച്ച നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. ഗമാലിയേൽ ഞാൻ വായിച്ചത് ഗമാലിയേൽ യെരുശലേമിലായിരുന്നു. അപ്പൊ കിലിക്കിയിലെ തർസോസിൽ നിന്ന് യെരുശലേമിൽ വന്ന് പഠിച്ച ഒരാളായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് കാണാൻ കഴിയുന്ന സന്നദ്ധനിയം സംഘത്തിലെ ഒരു പ്രധാന അംഗമായിരുന്നു പൗലോസ് ആയിരുന്നേ. നമുക്ക് സ്റ്റീഫന്റെ ആ മരണത്തിന്റെ സമയത്ത്
പൗലോസിന്റെ സ്റ്റീഫന്റെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ അവരെ കൊണ്ടുപോയി പൗലോസിന്റെ കാൽക്കൽ വെച്ചു എന്നൊക്കെ നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. നല്ല ഒരു അംഗീകാരമുള്ള ഒരു നേതാവായിരുന്നു പൗലോസ് എന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് കാലത്ത് ക്രിസ്ത്യാനികൾ യെരൂശലേമിൽ ക്രിസ്തീയ സഭ വളർന്നു വരുന്ന സമയത്ത് അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടായപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി യഹൂദ മതത്തിൽ നിന്നുള്ള അനേകം പേർ ക്രിസ്തുവിൽ വന്നപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി പുരോഹിതനിൽ നിന്നും അധികാരപത്രമൊക്കെ വാങ്ങിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് ദമസ്കോസിന്റെ പടിവാതിലുകൾ വെച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനായി പൗലോസ് ആയിത്തീരുകയും ജാതികളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി ദൈവം അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പുറപ്പെട്ടവൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. അങ്ങനെയാണ് പൗലോസ് ക്രിസ്ത്യാനിയായി തീർന്നത്. പൗലോസ് 1, 2, 3 മിഷണറി യാത്രകൾ നടത്തുകയും അനേകം സഭകൾ സ്ഥാപിക്കുകയും 13 ലേഖനങ്ങൾ നമുക്ക് എഴുതി കിട്ടിയതുകൊണ്ട് 13+1 എബ്രായ ലേഖനം പൗലോസ് എഴുതിയാന്ന് മിക്കവാറും എല്ലാവരും പറയപ്പെടുന്നു. അപ്പൊ 13 അറ്റ്ലീസ്റ്റ് പേര് പറഞ്ഞ ലേഖനങ്ങൾ നമുക്ക് എഴുതി തന്നിട്ടുമുണ്ട്. അന്ത്യം വരെയും വിവാഹം പോലും കഴിക്കാതെ ദൈവരാജ്യത്തിനു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി താൻ പിടിക്കപ്പെട്ട സുവിശേഷത്തിനു വേണ്ടി പൊരുതുകയും ആ അനേകരെ ദൈവരാജ്യത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്തവനാണ് പൗലോസ്. അവസാനം താൻ പഠിച്ച സുവിശേഷത്തിനു വേണ്ടി രക്തസാക്ഷിയാവുകയും ചെയ്തു. ഓക്കെ, ഇനി ഈ ലേഖനത്തിന്റെ പർപ്പസിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പൊ ഇത് എന്തിനു വേണ്ടിയായിട്ട് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞു. തന്റെ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് ഗലാത്യ ലേഖനം എഴുതിയത് എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് തന്റെ 3 മിഷണറി യാത്രകളിലും പൗലോസ് ഗലാത്യ പ്രദേശങ്ങൾ സന്ദർശിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഗലാത്യ സഭകളുമായി വളരെ ഒരു ആത്മാർത്ഥ ബന്ധം പൗലോസിന് ഉണ്ടായിരുന്നു. ആദ്യം പോയപ്പോൾ താൻ അവിടെ സഭകൾ സ്ഥാപിക്കുകയും പിന്നെ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വീണ്ടും പോവുകയും ചെയ്തു. അപ്പം പൗലോസ് അവരോട് ആ സമയങ്ങളിലൊക്കെയും തേജസ്സേറിയ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രസംഗിക്കുകയും അവരെ രക്ഷയിൽ വളർത്തുകയും വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്തു പോയിരുന്നു. പക്ഷെ ആ ദേശത്തു നിന്നും പോയതിനു ശേഷം അവിടേക്ക് കുറെ ജുഡൈസേഴ്സ് യഹൂദ മതാനുസാരികൾ അവിടെ കടന്നു ചെല്ലുകയും ഞാൻ പറഞ്ഞതുപോലെ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ അവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീരുകയും ക്രിസ്തുവിലെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിലെ വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണത്തിൽ ചില കാര്യങ്ങളും കൂടി അനുഷ്ഠിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു. അപ്പൊ ആ ന്യായപ്രമാണവും കൃപയും ക്രിസ്തുവും മോശയും ആ ഒരു പ്രമാണങ്ങളൊക്കെ തമ്മിൽ അവരെ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ന്യായപ്രമാണവും കൃപയും ക്രിസ്തുവും മോശയും എല്ലാം കൂടെ ഒരു കൂട്ടിക്കുഴഞ്ഞ അവിയൽ പരുവത്തിൽ അവരാകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇതറിഞ്ഞ പൗലോസ് പെട്ടെന്ന് കഠിനമായ ഒരു ലെറ്റർ എഴുതുകയാണ് ചെയ്യുന്നത്. കാരണം അർബുദ ബാധ പോലെ നുഴഞ്ഞു കയറുന്നതാണ് ഇങ്ങനെയുള്ള സുവിശേഷങ്ങൾ, ദുരുപദേശങ്ങൾ കടന്നു വരുന്നത്. നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ചവരാണ്. അവിടെയും ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്ന് അവിടെ ദുരുപദേശം പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു അല്ലെ. പക്ഷെ ഇവിടെ അതിലും ഭയങ്കര ഒരു പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് പ്രമാണത്തിൽ നിന്നും തെറ്റിപ്പോയൊന്നുമില്ല. കൊരിന്ത്യര് അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ചില അനുഷ്ഠാന രീതികളിലും ചില ദുർനടപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇവിടെ അതിൽ നിന്ന് പ്രമാണത്തിൽ നിന്ന് പോലും തെറ്റിപ്പോകുവാനായിട്ട് ഇടയായിരുന്നു. അവര് അടിമ നുഖത്തിൽ വീണ്ടുമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് പൗലോസ് പെട്ടെന്ന് അവർക്കൊരു ലെറ്റർ എഴുതുകയാണ് ചെയ്യുന്നത്. കൊരിന്ത്യ ലേഖനം ആദ്യത്തെ ലേഖനം എത്ര അധ്യായമുണ്ട്? 16 അധ്യായമുണ്ട് അല്ലെ. രണ്ടാമത്തെ എത്ര അധ്യായമുണ്ട്? 13 അധ്യായമുണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 6 അധ്യായമേ ഉള്ളൂ. പെട്ടെന്ന് എഴുതി തീർക്കുമായിരുന്നു പൗലോസ്. അപ്പം അവരെ അപ്പോൾ പഠിപ്പിച്ച വിശ്വാസം തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ട് അവരെ അതിൽ നിന്നും മാറ്റി ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വീണ്ടും ആക്കുന്നതിന് വേണ്ടി പൗലോസ് എഴുതുന്നതാണ് ഗലാത്യ ലേഖനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എഴുതിയതാ.
അതൊരു വലിയൊരു കഠിനമായൊരു പ്രശ്നത്തിലാണ് നമ്മൾ. അതുകൊണ്ട് ഗലാത്യലേഖനം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, സാധാരണ പൗലോസിന്റെ ലേഖനങ്ങളെക്കാൾ മറ്റു ലേഖനങ്ങളെക്കാളും വിഭിന്നമായ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം എന്നുള്ളത്, അല്ലെ? നമ്മൾ നോക്കി അതിനകത്ത് ആദ്യത്തെ സല്യൂട്ടേഷൻ ഒന്നും കാണുന്നില്ല. ഗ്രീറ്റിംഗ്സ്, ഒരു ചെറിയ ഗ്രീറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായോ അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതായോ നമ്മൾ ഈവൻ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ കൊരിന്ത്യർക്ക് പോലും ലേഖനം എഴുതുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി സകലത്തിലും സമ്പന്നരായി തീർന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു എന്നൊക്കെ പറയുന്ന പൗലോസ് ഗലാത്യരെ കുറിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല. നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ പതിയൊക്കെ പറഞ്ഞൊക്കെ പോവല്ലേ, പക്ഷെ നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ പോകുമ്പം അങ്ങ് എന്താ പറയുക, നമ്മൾ വെട്ടന്നെ മുറി രണ്ട് എന്നും പറഞ്ഞോണ്ടാ പോകുന്നല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ പൗലോസും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം അവസാനം നമ്മൾ നോക്കുമ്പം മറ്റു ലേഖനങ്ങളിലൊക്കെ കൂടെയുള്ള സഹോദരന്മാർ വന്ദനം ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ റോമലേഖനത്തിലൊക്കെ എത്ര പേരാ, 30-ലധികം പേരുടെ പേരുകളൊക്കെ ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അതൊന്നും ഇല്ല, അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ ശരിക്കും ഗലാത്യ ലേഖനം അവസാനം അവസാനം 6-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അവരോട് വളരെ ദുഃഖത്തോടെ എഴുതുന്നെന്നാ അവരോട് പറയുന്നത്. ഞാൻ വളരെ ദുഃഖത്തോടുകൂടി നിങ്ങൾക്ക് എഴുതുന്നെന്ന് പറഞ്ഞ അത്ര വിഷമത്തോടു കൂടി പൗലോസ് എഴുതുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നന്ദി പറയുന്നില്ല, പുകഴ്ത്തുന്നില്ല, അവർക്ക് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നേരെ കാര്യത്തിലേക്ക് പൗലോസ് കടക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അവിടുത്തെ പ്രശ്നങ്ങൾ എന്തായിരുന്നു നമുക്കൊന്ന് വായിക്കാം. 1:6. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. മറിയുക നിങ്ങള് എന്നുവെച്ചാ പോവുക, ഇങ്ങനെ മറിച്ചിട്ടതുപോലെ അങ്ങ് പോവുക, അല്ലെ? അങ്ങനെ അവരോട് പറയാം, അങ്ങനെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒന്നാമത്തെ. രണ്ടാമത് 3:1 പറഞ്ഞു, ആരോ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുക. 3:1. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? 3:3. നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ആരംഭിച്ചത് ഇപ്പോൾ പഴയതുപോലെ പാപജഡത്തിന്റെ ആ അവസ്ഥയിലേക്ക് ആയിത്തീർന്നു, ജഡം കൊണ്ട് സമാപിക്കുന്നു. ഇനി 5:1, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന്, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 6:12 പറയുന്നു, നിങ്ങൾ ജഡത്തിൽ സുമുഖം കാണിക്കുവാനായിട്ട് ഇച്ഛിക്കുന്നു. അങ്ങനെ അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അപ്പം പൗലോസ് അവർക്ക് ലേഖനം എഴുതിയിട്ട് പറയാൻ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, അടിമമുഖത്തിൽ ഇനിയും കുടുങ്ങരുത്, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് അവരോട് പറയുകയാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് വാക്യങ്ങളും നമുക്ക് വായിച്ച് മുമ്പോട്ട് പോകാം. ഗലാത്യ ലേഖനം 5:6. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമില്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം മാത്രമേ ഉള്ളൂ. 5:24-25. ക്രിസ്തുവേശുവിനുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. 5:13-14. നാം സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവന് അടങ്ങിയിരിക്കുന്നുവല്ലോ. അവര് ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുമ്പോൾ പൗലോസ് പറയാ, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നുവല്ലോ. ഞാൻ മുമ്പേ വായിച്ച വാക്യം 6:1-2. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയരായ നിങ്ങൾ സൗമ്യത്തിന്റെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവേൻ.
തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പുവിൻ, ഇങ്ങനെ നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. അപ്പൊ പർപ്പസ് അതായിരുന്നു, അവരെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് ആ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു വരുത്തുക എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം, എഴുതാനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് പുസ്തക വിഭജനത്തിലേക്ക് പോകാം. പുസ്തകത്തിന്റെ വിഭജനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഈ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുക. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ദൈവത്താൽ കിട്ടിയ ഒരു ഉപദേശമാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, ദൈവത്താൽ അത്രേ ഞാനിത് പ്രാപിച്ചത് എന്ന് പറയുന്നുണ്ട്. 1:11 മുതൽ 2:10 വരെ തൻ്റെ സന്ദേശവും ശുശ്രൂഷയും എന്താണെന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. 2:11 മുതൽ 21 വരെയുള്ള സ്ഥലത്തെ പത്രോസിനെ ശകാരിക്കുന്ന പൗലോസിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. പത്രോസും ചില കാര്യങ്ങളിൽ പിശക് വന്നു എന്ന്, അതുകൊണ്ട് പത്രോസിനെ മറ്റുള്ളവരുടെ മുമ്പ് ശകാരിക്കുന്ന പൗലോസിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. 3:1 മുതൽ 5:1 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. 3:1 മുതൽ 5:1 വരെയുള്ള വാക്യങ്ങൾ. ഇനി അതിന്റെ ഒരു ചെറിയ വിഭജനം. 3:1 മുതൽ 9 വരെ സുവിശേഷത്തിന്റെ വലിയ സത്യത്തെ പ്രസ്താവിക്കുന്നു. 10 മുതൽ 18 വരെ ന്യായപ്രമാണവും വാഗ്ദത്വവും വിശദീകരിക്കുന്നു. 19 മുതൽ 29 വരെ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം പറയുന്നു. 4:1 മുതൽ 16 വരെ മക്കളും പുത്രന്മാരും ആരൊക്കെയാണെന്ന് പറയുന്നു. 4:17 മുതൽ 5:1 വരെ അടിമത്വവും സ്വാതന്ത്ര്യവും പറയുന്നു. 5:2 മുതൽ 15 വരെ കർമാനുഷ്ഠാനവാദത്തിന്റെ ആ ഒരു അപകടത്തെ കുറിച്ച് പറയുന്നു. 5:16 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നൽകപ്പെട്ട ശക്തിയെക്കുറിച്ച് പറയുന്നു. ആത്മാവിനായുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നു. 5:26 മുതൽ 6:10 വരെ ആ പ്രായോഗിക പ്രബോധനങ്ങൾ, പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 6:11 മുതൽ 18 വരെ ഉപസംഹാരം ആണ്. വേറൊരു ഡിവിഷൻ ഉണ്ട്, അത് ഇച്ചിരി ഒന്ന് എളുപ്പമാണ്. അത് ഞാൻ 3 സെന്റൻസേ ഉള്ളൂ, പറഞ്ഞു വിടാം. 1:2 മുതൽ 2:21 വരെ, 1:2 മുതൽ 2:21 വരെ സുവിശേഷത്തിന്റെ ആധികാരികതയെ കുറിച്ച് പറയുന്നു. ഓതന്റിസിറ്റി ഓഫ് ദ ഗോസ്പല്. 3:1 മുതൽ 4:31 വരെ സുവിശേഷത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നു. സുപ്പീരിയോറിറ്റി ഓഫ് ദ ഗോസ്പല്. 5:1 മുതൽ 6:18 വരെ സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. ഫ്രീഡം ഓഫ് ദ ഗോസ്പൽ. ഒന്നാമത്തത് സുവിശേഷത്തിന്റെ ആധികാരികത, രണ്ടാമത് സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത, മൂന്നാമത് സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം. ഗലാത്യ ലേഖനത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു പേരുണ്ട്, ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ക്രിസ്ത്യൻ ലിബർട്ടി. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യം, അതെന്ത് രണ്ട് സ്വാതന്ത്ര്യം അല്ലേ? ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ, ഒന്നുകൂടെ പറയാം, ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ക്രിസ്ത്യൻ ലിബർട്ടി. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്താവന. മാർട്ടിൻ ലൂതർ പറഞ്ഞേക്കുന്ന, ഞാൻ ഗലാത്യ ലേഖനത്തെ എന്റെ ഭാര്യയെ വിവാഹം കഴിച്ചതുപോലെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പൗലോസ് അന്ത്യോക്യയിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്. താൻ ക്രിസ്ത്യാനിയായിട്ട് ഏകദേശം 15 വർഷമായിരുന്നു. AD 35 പൗലോസ് ക്രിസ്ത്യാനിയായി തീർന്നത്. അപ്പം താൻ ക്രിസ്ത്യാനി ആയതിനു ശേഷം 15 വർഷങ്ങൾക്ക് ആ ശേഷമാണ് ഗലാത്യ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം എല്ലാവരും വായിക്കണം, നല്ലോണം ഏകദേശമൊക്കെ ഒന്ന് വായിക്കാനാണെങ്കിൽ, മൊത്തം ഒന്ന് വായിച്ച് തീർക്കാനാണെങ്കിൽ ആകെ 15 മിനിറ്റ് എടുക്കത്തുള്ളൂ. 15 മിനിറ്റ് പോലും എടുക്കത്തില്ല ഗലാത്യ ലേഖനം വായിക്കാൻ, അത്ര സമയം എടുക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വായിക്കണം. നമുക്കിനി 1-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 1-ാമത്തെ വാക്യം. ഒന്നും രണ്ടും വായിക്കാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തോലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാനുമല്ല.
ഞാൻ പറഞ്ഞ പോലെ മറ്റ് ലേഖനങ്ങളിലെ പോലെ ഒരു ഇൻട്രഡക്ഷൻ ഈ ലേഖനത്തിനില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് തൻ്റെ അപ്പോസ്തോലത്വം എന്നുള്ളത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലും അല്ല. നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. അപ്പം തനിക്ക് തൻ്റെ ഇതൊന്നും തനിക്ക് അപ്പോസ്തലത്വം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാൽ ലഭിച്ചതാണ്, മറ്റൊന്നിനാലും ലഭിച്ചതല്ല. ഇപ്പൊ ഈ സമയത്തൊക്കെ അപ്പോസ്റ്റൽസ് എന്നൊക്കെ പേര് പറയുന്നവരൊക്കെ ഉണ്ടല്ലേ, മനുഷ്യരാൽ നിയമിക്കപ്പെട്ട അപ്പോസ്റ്റൽസ് ഒന്നും അല്ല, ദൈവത്താൽ ക്രിസ്തുവിനാലും നൽകപ്പെട്ടതാണ്. നേരിട്ട് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൽ നിന്നു മാത്രമേ തൻ്റെ അപ്പോസ്തോലത്വം ഉള്ളത്. ദൈവത്തോടും യേശുവിനോടും ക്രിസ്തുവിനോടും മാത്രമേ തനിക്ക് കടപ്പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അപ്പോസ്തോലനായ പൗലോസ്, അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്താൽ അയക്കപ്പെട്ടവൻ അല്ലെ. ആ ദൈവത്താൽ അയക്കപ്പെട്ട തന്റെ വിളി ദൈവത്താലും പുത്രനായ യേശു ക്രിസ്തുവിനാലും ഉണ്ടായതാണ്. പൗലോസ് പറയുന്നത് മനുഷ്യരിൽ നിന്നല്ല, ഞാൻ മനുഷ്യരെ അതുകൊണ്ട് പ്രസാദിപ്പിക്കുന്നില്ല. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പാൻ എനിക്ക് ഒരിക്കലും കഴിയുകയില്ല. 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ. ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് ദാസനായിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലും അതേ വാക്യം തന്നെ എപ്പോഴും നോക്കണം. നമ്മൾ ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കരുത്. നമ്മളെ റോമാലേഖനത്തിലൊക്കെ അല്ലേ പറയുന്നേ, ക്രിസ്തുവിനെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നും അല്ല, ക്രിസ്തുവിൽ സമാധാനമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമാകുന്നു. മനുഷ്യർക്ക് പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമാകുന്നു. നാം എല്ലാ അധികാരങ്ങൾക്കും കീഴടങ്ങണം. പക്ഷേ ദൈവത്തിന്റെ അധികാരത്തിനും മേളിൽ വേറൊരു അധികാരവുമില്ല. എല്ലാ അധികാരങ്ങളും ദൈവത്താൽ നിയമിച്ചതാണ്. ദൈവത്തിന്റെ സുപ്രീമസിയുടെ ഏറ്റവും അടിയിലാണ് മറ്റ് അധികാരങ്ങളെല്ലാം. അപ്പം നമ്മൾ എല്ലാ അധികാരത്തിനും കീഴടങ്ങണം. വീട് മുതൽ സമൂഹം മുതൽ എല്ലായിടത്തും രാജ്യത്തിന്റെ അധികാരങ്ങൾ എല്ലാത്തിനും കീഴടണമെങ്കിലും കർത്താവിന്റെ ആ പ്രമാണത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിന് എബോവായിട്ട് ഒരു നിയമത്തിനും നമുക്ക് കീഴടങ്ങുവാനായിട്ടൊക്കില്ല. ആദ്യം നോക്കണം, നാം ദൈവത്തിന്റെ പ്രമാണത്തിനായിരിക്കണം മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നാ പറയുന്നത്. അപ്പം ദൈവത്തിന്റെ പ്രമാണത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്നും പുകഴ്ച ലഭിക്കുകയുള്ളൂ. പുകഴ്ച തന്നെയല്ല, ദൈവത്തിന്റെ ആ ഒരു പ്രത്യക്ഷതയിലേക്ക് നാം ആയിത്തീരുവാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. നമുക്ക് 2 വള്ളത്തിൽ ഒരിക്കലും കാല് ചവിട്ടുവാനൊക്കില്ല. ഒന്നുകിൽ നമുക്ക് 2 യജമാനന്മാരെ സേവിപ്പാനായിട്ട് കഴിയില്ല. ഒരു യജമാനനേ ഉള്ളൂ. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മളുടെ യജമാനൻ. തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ പറയുന്നു യേശുക്രിസ്തുവിനാലും, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും. ആദ്യം യേശുക്രിസ്തുവിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ രക്ഷയുടെ എല്ലാ വചനത്തിൽ എഴുതിയിരിക്കുന്ന തെറ്റിപ്പറഞ്ഞൊന്നും എഴുതിയേക്കുന്നതല്ല, അതേ ഓർഡറിലാ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രക്ഷയുടെ എല്ലാ കടപ്പാടും ക്രിസ്തുവിനോടാണ്, ക്രിസ്തുവിനോടും ദൈവത്തോടുമാണ്. ക്രിസ്തു ദൈവം എന്ന ആ രക്ഷയുടെ കാര്യം വരുമ്പോൾ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി യാഗമാക്കി തീർച്ചയായും. അപ്പൊ യേശു ക്രിസ്തുവിനാലും രക്ഷയുടെ എല്ലാ കടപ്പാടും ക്രിസ്തുവിനോടാണ്, പിതാവായ ദൈവത്തോടുമാണ്. അതുകൊണ്ടാണ് അവിടെ ക്രിസ്തു എന്ന പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷയുടെ എല്ലാ കടപ്പാടും.
ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ ഭൂലോകത്തിൽ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റി തീരുമാനിക്കുകയും മനുഷ്യനെ നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അപ്പോൾ തന്നെ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിഞ്ഞ ദൈവം ആദിയിൽ തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും പൂർവ്വകാലത്ത് തന്നെ ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്ന ദൈവം ആദമിനെ നിർമ്മിക്കുന്നതിന് മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ മനുഷ്യൻ രക്ഷയിൽ നിന്ന് തെറ്റിപ്പോവുകയും പാപികളായി തീരുകയും ചെയ്യുമെന്ന് അറിഞ്ഞ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷാ നടപടി, ഒരു വീണ്ടെടുപ്പിന്റെ നടപടി പൂർത്തിയാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി തൻ്റെ പുത്രനെ കാൽവറിയിൽ യാഗമാക്കുവാൻ ദൈവം നിശ്ചയിച്ചു. ആ ദൈവത്തിന്റെ ഇഷ്ടത്താൽ പിതാവേ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി സമർപ്പിച്ചു. ആ കാൽവറിയിലെ മരണത്തോളം അനുസരണമായി തീർന്ന പുത്രനെയാണ് കാണുന്നത്. അപ്പം നമ്മുടെ രക്ഷയുടെ ആ എല്ലാ നമ്മൾക്ക് എല്ലാ ഉത്തരവാദിത്വം ദൈവത്തിന് തന്നെയാണ്. പക്ഷെ എല്ലാ കടപ്പാടും നമുക്ക് ദൈവത്തോടും യേശുക്രിസ്തുവിനോടും മാത്രമാണ്, അല്ലെ? നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആരും ദൈവത്തെ തെരഞ്ഞു പോയതൊന്നുമല്ല. ദൈവം നമ്മെ തിരഞ്ഞു വന്ന ലോകത്തിൽ ജ്ഞാനികൾ ഏറെയുണ്ട്, ബുദ്ധിമാന്മാർ ഏറെയുണ്ട്, ബലവാന്മാർ ഏറെയുണ്ട്. എങ്കിലും ദൈവം ആ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ ലോകത്തെ നികൃഷ്ടവും ബലഹീനവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്ധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നാമോ അവൻ ആ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും വീണ്ടെടുപ്പുമായി തീർന്നു. നീതിയും ജ്ഞാനവും വീണ്ടെടുപ്പും വിശുദ്ധീകരണവുമായി തീർന്നു എന്ന് നമ്മളവിടെ റോമലേഖനത്തിൽ പഠിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ പുത്രൻ സ്വന്തം ഇഷ്ടത്താൽ പിതാവിന്റെ ഇഷ്ടം നടപ്പാക്കി. പിതാവ് പറയുന്ന പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ പിതാവിന്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടത്താൽ നടപ്പാക്കിയ പുത്രനെയാണ് കാണുന്നത്. അപ്പം ക്രിസ്തുവിനോട് മാത്രമേ ഉള്ള രക്ഷ. ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറി, ഇപ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ഇനി നമ്മെ ഓരോരുത്തരെയും ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ യേശു ക്രിസ്തുവിനാലും, അല്ലെ? അപ്പൊ നമ്മൾ വായിച്ച യേശു മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാനുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്താലും അത്രേ അപ്പോസ്തലനായി തീർന്ന പൗലോസ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം, അല്ലെ? ആ ദൈവത്താലാണ് പുത്രനെ നമുക്ക് നൽകപ്പെട്ടത്. റോമർ 8:3 ജഡത്താലുള്ള ബലഹീന നിമിത്തം പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു എന്ന് പറയുന്നുണ്ടല്ലേ? പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഏത് ജഡത്തിൽ? ക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പം ആ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇനി 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. അപ്പം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് പിതാവായ ദൈവമാണ്. അപ്പൊ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ചിലർ പറയുന്നുണ്ട് ക്രിസ്തു മരിച്ചതും ഇല്ല ഉയർത്തെഴുന്നേറ്റും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? റോമർ 6:9 ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വം ഇല്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. ഏത് പാപസംബന്ധമായി? നമ്മളുടെ ഓരോരുത്തരുടെയും പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്താലും അപ്പോസ്തലനായി തീർന്ന പൗലോസ്. ഗലാത്യരോട് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യവും വെറുതെ ഒരു കുത്തും കോമയും പോലും വചനത്തിൽ വെറുതെ എഴുതി വെക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഗലാത്യരോട് ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. അവരുടെ ഇടയിൽ കടന്നു വന്ന ദുരുപദേഷ്ടാക്കന്മാർ, നുഴഞ്ഞു കയറി വന്ന കള്ള സഹോദരന്മാർ രക്ഷയ്ക്ക് വേണ്ടി
മറ്റു ചിലതും കൂടി ചെയ്യണമെന്ന് അവരെ പഠിപ്പിച്ചു. പോൾ പറയുന്നു, രക്ഷയ്ക്ക് ക്രിസ്തുവിലെ വിശ്വാസം മാത്രം മതി, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോട് അത് പറഞ്ഞു തന്നെ അങ്ങ് തുടങ്ങുക. ആദ്യമേ അങ്ങ് പറയുക കാര്യം. ഓക്കെ, നമ്മള് സാധാരണ സല്യൂട്ടേഷനിലൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. നമ്മള് താഴോട്ട് പറയുമ്പോൾ കാണും, ദുഷ്ടലോകത്ത് ഇപ്പോഴത്തെ എന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിനായി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അതെല്ലാം വലിയൊരു ആദ്യത്തെ 5 വാക്യങ്ങൾ വലിയ സുവിശേഷ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി വരുന്ന യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി തീർന്ന പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും. പൗലോസിന് കൂടെ 1, 2, 3 മിഷണറി യാത്രയിൽ സഞ്ചരിച്ചവരൊക്കെ കാണുമായിരിക്കാം. പൗലോസ് ഉണ്ട്, ബർന്നബാസ് ഉണ്ട്, ലൂക്കോസ് ഉണ്ട്, തീമത്തിയാസ് ഉണ്ട്, ശീലാസ് ഉണ്ട്. ഇവരിലൊക്കെ ആരെങ്കിലും ഒക്കെ പൗലോസിന്റെ കൂടെ കാണുമായിരിക്കാം. അതുകൊണ്ടാണ് കൂടെയുള്ള സകല സഹോദരന്മാരും എന്ന് പറയുന്നത്. ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്, അന്ത്യോക്യ, ലുസ്ത്ര, ഇക്കോന്യ, ദർബ എന്നിങ്ങനെയുള്ള ഹൗസ് ചർച്ചസിലെ ആളുകൾക്ക് എഴുതുന്നത്. ഗലാത്യയിലെ വിശ്വാസികൾക്ക്, ഒന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയിലെ വിശ്വാസികൾക്ക് എഴുതുന്നത്. ഓക്കെ, സമയം കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ വാക്യം നമുക്കൊന്ന് തീർക്കാം. അപ്പം നമ്മള് ഓരോ ലേഖനങ്ങളും എഴുതുന്നതും ലേഖനങ്ങളല്ല, പഴയ നിയമത്തിലെ ആണെങ്കിലും പുതിയ നിയമത്തിലെ ആണെങ്കിലും ഏത് ബുക്കും എഴുതുന്നത് ഒക്കേഷണലാ. അത് ഓരോ സന്ദർഭങ്ങളുടെ അല്ല. ഞാനിപ്പോ ഇത് ഒരു ലേഖനം എഴുതാമെന്നും പറഞ്ഞ് എഴുതുന്ന ഒന്നും അല്ല സംഭവങ്ങൾ. നമ്മൾ ഓരോ പുസ്തകങ്ങളും വായിക്കുമ്പോൾ അറിയാം അതിനൊരു പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്. വെറുതെ ഞാൻ ചുമ്മാതിരിക്കുകയല്ലേ ഒന്ന് എഴുതിക്കോളാം എന്ന് വിചാരിച്ചിട്ട് വെറുതെ എഴുതുന്നൊന്നും അല്ല. എല്ലാം സിറ്റുവേഷനല്ല, അത് ഓരോ കാരണങ്ങൾ നിമിത്തമാണ് എഴുതുന്നത്. ഇവിടെയും ആ ഒരു ദുരുപദേഷ്ടാക്കന്മാരുണ്ടായ പ്രശ്നങ്ങൾ നിമിത്തമാണ് ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഓക്കെ, ക്രിസ്തുവിൽ നിന്ന് മാറി അവർ വേറൊരു സുവിശേഷത്തിലേക്ക് പോയി. രക്ഷയ്ക്ക് വിശ്വാസം മാത്രമല്ല മറ്റു ചെറുതും കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പൗലോസിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ലേഖനങ്ങളൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പൗലോസിന്റെ ഒരു ശൈലി സാധാരണ എവിടെയെങ്കിലും സുവിശേഷം അറിയിക്കുവാൻ പോകുമ്പോൾ ഒരു ശൈലിയുണ്ട്. താനെ ഏതെങ്കിലും സ്ഥലത്ത് സുവിശേഷം അറിയിക്കുവാൻ പോകുമ്പോൾ താൻ ആദ്യം പോകുന്നത് യഹൂദന്മാരുടെ സിനഗോഗുകളായിരിക്കും. അവിടെ പോവുകയും അവിടെ സാധാരണ ഒരു നടന്നു വരുന്ന ഒരു കാര്യമാണ് അന്ന് അവിടെ വായിക്കുന്ന പഴയ നിയമം മാത്രമേ ഉള്ളായിരുന്നു. ആ തിരുവഴുത്തിന്റെ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ആയിരിക്കും അന്നത്തെ പ്രബോധനം എന്ന് പറയുന്നത്. അവിടുത്തെ അധികാരികൾ സിനഗോഗിന്റെ എൽഡേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് തന്നെയായിരിക്കും മിക്കവാറും പറയുന്നത്. പക്ഷെ ആരെങ്കിലും അതിഥികളോ വിശിഷ്ട വ്യക്തികളോ അവിടെ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും, നിങ്ങൾക്ക് വല്ല പ്രബോധനം പറയാനുണ്ടെങ്കിൽ പറയുക എന്ന് പറയുമ്പോൾ അവര് പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൗലോസ് അവിടെ പോയിരിക്കുകയും കൂടെയുള്ളവരും പോയിരിക്കുകയും തിരുവഴുത്തിൽ വായിച്ച ഭാഗങ്ങളെ അല്ലല്ലോ അതിൽ നിന്നൊരു പ്രബോധനം പറയുകയും ചെയ്യുമ്പോൾ പൗലോസ് തിരുവഴുത്തിൽ നിന്ന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയും ആ മശിഹയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച ആ മശിഹയാണ് യേശു ക്രിസ്തു എന്ന് പറയുകയും ക്രിസ്തുവിനെ അവിടെ ഉയർത്തി കാണിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ആ ക്രിസ്തുവിനെ മശിഹ എന്ന് അംഗീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവുകയും പൗലോസിനെ എതിർക്കുകയും ചെയ്യും. അപ്പം ചിലർ വിശ്വസിക്കും, ചിലവർ വിശ്വസിക്കത്തില്ല. പിന്നെ പൗലോസ് അവിടെ നിന്ന് ജാതികളുടെ അടുക്കലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒന്ന് വായിച്ചു പോകാം. ഈ ഗലാത്യ സഭകളിൽ എങ്ങനെയായിരുന്നു? യഹൂദന്മാരും ജാതികളിൽ നിന്ന് വന്നവരും ഉണ്ടായിരുന്നു സുവിശേഷം കേൾക്കുവാനായിട്ട്. അത് മാത്രം നമുക്കൊന്ന് വായിച്ചു പോകാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം പുസ്തകം എടുത്തോ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അത് നമുക്ക് വായിച്ചിട്ട് ഇന്ന് ഇവിടെ നിർത്താം. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തി 13-ന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യാദേശത്തിലെ പെർഗയിൽ ചെന്നു, ഗലാത്യ ദേശം. അവിടെ നിന്ന് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു യെരുശലേമിലേക്ക് പോയി. പൗലോസും കൂടെയുള്ളവർ അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യാദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ഇരുന്നു. അവിടെ സഭ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യാദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ
അവരുടെ അടുക്കൽ ആളയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. നമുക്ക് എന്നെ പൊളയല്ലോ ഇപ്പം. ഓക്കെ. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രയേൽ പുരുഷന്മാരും 16ാമത്തെ വാക്യം, ഇസ്രയേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ക്രിസ്തു മശുകയാണെന്ന് അവരോട് പറഞ്ഞു. ഇനി 46ാമത്തെ വാക്യം വായിക്കാം. അവിടെ അവര് പൗലോസിനെ എതിർക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അവരെ എതിർത്തപ്പോൾ 46ാമത്തെ വാക്യം നിങ്ങൾക്കത് വായിക്കാം. 13ാമത്തെ അധ്യായം തന്നെ വായിക്കാം. ഓക്കെ. 46. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് പോകുന്നു. അപ്പൊ ക്രിസ്തു മശികയാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടാവുകയും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയും ചെയ്തു. കാരണം ക്രൂശിൽ തറച്ച ക്രൂശെന്ന് പറയുന്ന ഒരു ശാപത്തിന്റെ ഒരു ചിഹ്നമായിട്ട് കണക്കുന്ന ആ ശാപമായ ക്രൂശിൽ ആ ശാപമേറ്റവനാ, അത് മശികയാണെന്ന് അവർക്ക് പറയാൻ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. കർത്താവ് അങ്ങനെയല്ലേ വന്നേ, ആദ്യം ഞാൻ സ്വത്വത്തിലേക്ക് വന്ന് സ്വന്തമായവർ എന്നെ കൈക്കൊണ്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ജാതികളിലേക്ക് തിരിഞ്ഞല്ലേ, ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. 48, 49. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്തതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നമ്മൾ ഓരോരുത്തരും നിത്യജീവനായി നിയമിക്കപ്പെട്ടവരാ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. നമ്മളെ ഓൾറെഡി നിത്യജീവനായി വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ അവരെ ജാതികൾ ഇത് കേട്ട് സന്തോഷം ദൈവത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നമ്മളും വിശ്വസിക്കാൻ കാരണമായി തീർന്ന നമ്മെയും ദൈവം നിത്യജീവനായി നിയമിച്ചത് കൊണ്ട് മാത്രമാണ്. കർത്താവിന്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു എന്ന് പറയുന്നതായിട്ട്. അപ്പൊ അവസാനം വാക്യം വരെ 52 പറയുന്ന ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്ന അവിടെ ആയിത്തീർന്നവരെല്ലാവരും. അപ്പൊ അവിടെ അങ്ങനെയാണ് ഗലാത്യ സഭകൾ ഉണ്ടാകുന്നത്. ആ ഗലാത്യ സഭകൾക്ക് എഴുതുന്നതാണ് ഈ ലേഖനം. അവിടെ പല സ്ഥലങ്ങളിലുള്ള ഹൗസ് ചർച്ചസിലായിരുന്നു അവർ കൂടി വന്നിരുന്നത്. അപ്പം പൗലോസും കൂടെയുള്ളവരും ആ സ്ഥാപിക്കപ്പെട്ട ഗലാത്യ സഭകൾക്ക് പൗലോസ് എഴുതുന്നത്. അപ്പം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാരുമല്ല, യേശുക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും ഉള്ള ഗലാത്യ സഭകൾക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വശമാക്കട്ടെ.